സൽമാൻ ഖാനും ഐശ്വര്യ റായും ഒരു കാലത്ത് പ്രണയിതാക്കളായിരുന്നു എന്നത് സിനിമാ ലോകത്ത് മുഴുവൻ പരസ്യമായ കാര്യമാണ്. ഇന്ന് അഭിഷേക് ബച്ചന്റെ ഭാര്യയായി ബച്ചൻ കുടുംബത്തിലെ മരുമകളായ ഐശ്വര്യയ്ക്ക് സമാധാനമുള്ള ജീവിതം ലഭിച്ചില്ലെന്നാണ് പൊതുവെ ആരാധകരെല്ലാം പറയുന്നതും. ചിലർ പറയുന്നത് ഐശ്വര്യ സൽമാനൊപ്പം നിന്നിരുന്നുവെങ്കിലും ഇതിലും മികച്ചൊരു ജീവിതം കിട്ടുമായിരുന്നുവെന്നാണ്. പക്ഷേ അക്കാലത്ത് മദ്യപാനിയായിരുന്ന സൽമാൻ ഖാൻ ഐശ്വര്യ റായെ മാനസികമായും ശാരീരികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു. അത്തരത്തിൽ ആക്രമണത്തിന് ഇരയായതിനു ശേഷം നടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ കഥ വീണ്ടും വൈറലാവുകയാണിപ്പോൾ. 90കളിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാനും ഐശ്വര്യ റായും പ്രണയത്തിലാവുന്നത്. ഇരുവരും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഐശ്വര്യ റായെ ഭ്രാന്തമായി പ്രണയിച്ചിരുന്ന സൽമാൻ പിന്നീട് പൊസസീവായി മാറുകയായിരുന്നു. ഐശ്വര്യയെ ആരെങ്കിലും നോക്കുന്നതോ നടി മറ്റുള്ള താരങ്ങളുമായി പ്രണയിച്ച് അഭിനയിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടാതെ വന്നതോടെയായിരുന്നു സൽമാൻ ഖാന്റെ സ്വഭാവം മാറിയത്. പ്രണയമാണെന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ വ്യക്തി ജീവിതത്തിലും കരിയറിലുമൊക്കെ സൽമാൻ ഖാൻ കാര്യമായി തന്നെ ഇടപെട്ടിരുന്നു. തുടർന്ന് വഴക്കുകൾക്കും അത് വലിയ രീതിയിൽ കാരണമായി. നടന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥയായ ഐശ്വര്യ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു. തന്നിൽ നിന്നും അകലുകയാണെന്ന് തോന്നലുണ്ടായതോടെ ഐശ്വര്യയെ ചേർത്ത് നിർത്താൻ എന്തും ചെയ്യുമെന്ന നിലയിലേക്ക് വരെ സൽമാൻ ഖാൻ എത്തി. ഒരിക്കൽ ഐശ്വര്യ നായികയായി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോവുകയും ഐശ്വര്യയുമായി വഴക്കിടുകയും ചെയ്തിരുന്നു. സൽമാന്റെ ശല്യം കാരണം ആ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം വരെ വന്നിരുന്നു. ഒരുമിച്ച് അഭിനയിച്ചതിലൂടെ ഇരുവരും പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞ താരങ്ങളുമായിരുന്നു. ഇതോടെ ജീവിതത്തിലും താരങ്ങൾ ഒന്നിക്കണമെന്ന് ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നടന്റെ പ്രവൃത്തി അക്രമാസക്തമായി മാറുകയായിരുന്നു. ആരോട് എന്ന് നോക്കാതെ പോലും നടൻ മോശമായി പെരുമാറാൻ തുടങ്ങിയിരുന്നു. കടുത്ത മദ്യപാനം കൂടിയതോടെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് സൽമാന്റെ ആക്രമണത്തിൽ നടിക്ക് പരിക്കേറ്റത്. നടന്റെ അടിയേൽക്കുകയും ഐശ്വര്യയുടെ കൈ ഒടിയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇക്കാര്യം നടി ഒരിക്കൽ പുറം ലോകത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ശല്യക്കാരനെ പോലെയുള്ള പെരുമാറ്റം കൊണ്ടാണ് താൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതെന്നും ഐശ്വര്യ തുറന്നു പറഞ്ഞു. സൽമാനുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷവും അദ്ദേഹം ഐശ്വര്യയെ ശല്യപ്പെടുത്തുമായിരുന്നു. ഷാരൂഖ് ഖാന്റെ നായികയായി ചൽത്തെ ചൽത്തെ എന്ന സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു ഐശ്വര്യയെ ഒരു ദിവസം മദ്യപിച്ച് ചിത്രീകരണ സ്ഥലത്തെത്തിയ സൽമാൻ ഖാൻ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. സമാധാനിപ്പിക്കാൻ വന്ന ഷാരൂഖ് ഖാനുമായിട്ടും വഴക്കുണ്ടാക്കി. ഇതോടെ ഐശ്വര്യയെ സിനിമയിൽ നിന്നും നിർമ്മാതാക്കൾ പുറത്താക്കുകയാണ് ചെയ്തത്. ഈ വിഷയത്തെ തുടർന്ന് സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും വർഷങ്ങളോളം വഴക്കിലായിരുന്നുവെന്ന തരത്തിലും കഥകളുണ്ട്. നിലവിൽ ഐശ്വര്യ റായ് അഭിഷേക് ബച്ചനെ വിവാഹം കഴിച്ച് മകൾ ആരാധ്യയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണിപ്പോൾ. സൽമാൻ ഖാൻ വിവാഹം കഴിക്കാതെ ഇപ്പോഴും സിംഗിൾ ആയിട്ടാണ് ജീവിക്കുന്നത്.